അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു ഫിത്ർ സക്കാത്തുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം. ഇപ്പോൾ നമ്മൾ ഫിത്ർ സക്കാത്ത് ഇപ്പോൾ റമദാനിലെ അവസാനത്തിൽ ശവ്വാൽ മാസം കണ്ട നമ്മൾ കൊടുക്കുന്നത് ഇപ്പോൾ നമ്മൾ റമദാനിലെ നോമ്പുകളുടെയൊക്കെ ന്യൂനതകൾ പരിഹരിക്കപ്പെടാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നു എന്നുള്ളതാണല്ലോ പൊതുവെ പറയുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മളിപ്പോൾ ഫിത്ർ സക്കാത്ത് കൊടുക്കുന്നത് നമ്മളുടെ സ്വന്തം, അതുപോലെ നമ്മൾ ചിലവ് കൊടുക്കുന്ന നിർബന്ധമായിട്ടുള്ളവരൊക്കെ കൊടുക്കില്ല. അപ്പോൾ അതിൽ ചെറിയ കുട്ടികൾ, ചെറിയ മക്കളൊക്കെ പെടുമല്ലോ. നോമ്പ് നിർബന്ധമില്ലാത്ത ചെറിയ മക്കളുടെ ഫിത്ർ സക്കാത്തൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു നോമ്പ് നിർബന്ധമല്ല, അങ്ങനെ ഒരു ന്യൂനതകൾ പരിഹരിക്കപ്പെടാനും ഇല്ലല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഈ കുട്ടികൾക്ക് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടി വരുന്നത്? ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ കാരണം എന്നുണ്ടെങ്കിൽ എന്താണ് അതിനെക്കുറിച്ച് ഒരു വ്യക്തമായിട്ട് ഇമാമികൾ പറഞ്ഞിട്ടുള്ളത്? ഫിത്ർ സക്കാത്ത് എന്ന് പറയുമ്പം നോമ്പിൻ്റെ ഒരു സമാപ്തി കുറിക്കലാണല്ലോ. ഒരു നോമ്പുകാരന് നോമ്പിൽ വന്ന ന്യൂനതകളൊക്കെ പരിഹരിക്കാൻ ഈ ഫിത്ർ സക്കാത്ത് പറ്റും എന്നും ആകുമ്പം നോമ്പ് നോൽക്കൽ നിർബന്ധമില്ലാത്ത, പ്രത്യേകിച്ച് കുട്ടികൾ 6 മാസം അല്ലെങ്കിൽ ഇനിയിപ്പോൾ ചിലപ്പോൾ 1, 2, 3 ദിവസമായ കുട്ടികൾ, ഇതൊക്കെ ചെറിയ ചെറിയ കുട്ടികൾ, അവർക്ക് വരെ ഫിത്ർ സക്കാത്ത് കൊടുക്കണമല്ലോ. അപ്പം അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് നോമ്പ് നിർബന്ധമില്ല. അപ്പം അവർ നോമ്പ് നോറ്റിട്ടില്ല, നോമ്പ് നോൽക്കും വേണ്ട. അപ്പം നോമ്പിന് ന്യൂനതകളൊന്നും വന്നിട്ടില്ലല്ലോ, കാരണം അവർ നോമ്പ് നോറ്റിട്ടില്ല എന്തായാലും. അപ്പം അങ്ങനെയൊക്കെ ആകുമ്പോൾ ഈ കുട്ടികൾക്ക് ഫിത്ർ സക്കാത്ത് കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പം നോമ്പിൻ്റെ ന്യൂനതകൾ പരിഹരിക്കുക എന്ന് പറയുന്നുണ്ട്. എങ്ങനെയാണ് ഇതിൻ്റെ ഒരു വ്യക്തത എന്നുള്ളത്? ഇങ്ങനെ നോമ്പിൽ വന്ന ന്യൂനതകൾ പരിഹരിക്കാനാണ് ഈ പറയുന്ന ഫിത്ർ സക്കാത്ത് എന്നുള്ളത് ഹദീസ് കൊണ്ടും അതുപോലെ തന്നെ അത് വെച്ചുകൊണ്ട് കർമ്മശാസ്ത്ര പണ്ഡിതന്മാരൊക്കെ പറഞ്ഞതാണ്. എന്നാൽ അത് തെറ്റും കുറ്റവും ഒന്നുമില്ലാത്ത ആളുകൾക്കും ഒരു ശുദ്ധീകരണം എന്നർത്ഥം വെച്ചാൽ അതുകൊണ്ട് തെറ്റൊന്നുമില്ല, അതൊരു വിദൂരമായൊരു അർത്ഥമൊന്നുമല്ല. അപ്പം ആയതുകൊണ്ട് തന്നെ നമ്മൾ നോമ്പ് നോറ്റവർക്ക് എങ്ങനെയാണോ ഈ പറയുന്ന ശുദ്ധീകരണം, ഇന്നതുപോലെ തന്നെ നോമ്പ് നിർബന്ധമില്ലാത്ത കുട്ടികളെയും നമ്മൾ കുട്ടികളുടെ പേരിൽ ഫിത്ർ സക്കാത്ത് കൊടുക്കുന്നതുകൊണ്ട് ശുദ്ധീകരണം നടക്കുന്നുണ്ട്. അത് നല്ലതുമല്ലേ? അങ്ങനെയാണ് അതിന് അർത്ഥം വെക്കേണ്ടത് എന്ന് ഹദീസ് കൊണ്ടും ഹദീസ് വെച്ചുകൊണ്ട് കർമ്മശാസ്ത്ര പണ്ഡിതന്മാരും ഇത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഏതായാലും ഇങ്ങനെ ഒരു ശുദ്ധീകരണം ഇവിടെ ഉണ്ട് ഫിത്ർ സക്കാത്ത് കൊണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് വ്യക്തമായിക്കൊണ്ട് തന്നെ മഹാനായ ഇമാം അബൂദാവൂദ് റഹിമഹുല്ല അവിടുത്തെ സുന്ന അബൂദാവൂദിൽ കൊണ്ടുവരുന്നുണ്ട്. സുന്ന അബൂദാവൂദിൻ്റെ 263 പേജിലായിട്ട് 1609 ഹദീസായിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് വന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫറള റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സക്കാത്തൽ ഫിത്രി തുഹ്റത്തൽ ലിസ്വാഇമി മിനൽ ലഗ്വി വറഫതി. കണ്ടോ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, റസൂലുള്ള പറഞ്ഞിട്ടുണ്ട് ഈ ഫിത്ർ സക്കാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നോമ്പുകാരിൽ നോമ്പിലുണ്ടായ അപാകതകളൊക്കെ പരിഹരിക്കാൻ തന്നെയാണ് എന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പം ആ ഹദീസിന്റെ ബലാബലം നോക്കുമ്പോൾ ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹു അവിടുത്തെ മുസ്തദ്റക്കിലൊക്കെ ഹദീസ് കൊണ്ടുവന്നിട്ട് അത് സ്വഹീഹാണ് എന്നുള്ളതും പറയുന്നുണ്ട്. ഹാക്കിം റളിയല്ലാഹു അൻഹുവിൻ്റെ മുസ്തദ്റക്ക് അതിൻ്റെ 2ാം വോള്യം ഇതിൻ്റെ 436 പേജിലായിട്ട് കണ്ടോ, ഹാദാ ഹദീസുൻ സ്വഹീഹുൻ അലാ ഷർത്തിൽ ബുഖാരി. ഇമാം ബുഖാരി റളിയല്ലാഹുവിൻ്റെ ഷർത്ത് പ്രകാരം നോക്കുമ്പോൾ ഈ ഹദീസൊക്കെ സ്വഹീഹാണ് എന്ന് വെക്കണം. എന്ന് മാത്രമല്ല, കർമ്മശാസ്ത്രത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഉറ്റുനോക്കുകയും അതുപോലെ തന്നെ തീരുമാനം കൽപ്പിക്കാൻ എടുക്കുകയൊക്കെ ചെയ്യുന്ന മഹാനായ ഖാത്തിമുൽ മുഹഖഖീൻ ഇബ്നു ഹജർ ഹൈത്തമി റളിയല്ലാഹു അൻഹു തുഹ്ഫത്തുൽ മുഹ്താജിലും മഹാനവറുകൾ ഇത് സ്വഹീഹാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഹദീസ് കൊണ്ടുവരുന്നുണ്ട്. തുഹ്ഫയുടെ 3ാം വോള്യം ഇതിൻ്റെ 484 പേജ് കണ്ടോ, വയ്യു അയ്യതു. അതിന് മുമ്പ് വന്ന ഹദീസ് ഉണ്ടായിരുന്നു. ആ ഹദീസിനെ ശക്തിപ്പെടുത്തുന്ന ഖബർ സ്വഹീഹു അന്നഹ തുഹ്റത്തുൽ ലിസ്വാഇമി മിനൽ ലഗ്വി വറഫതി എന്നൊക്കെ പറഞ്ഞാണ്ട് മനസ്സിലായില്ലേ? അപ്പോൾ ഏതായാലും ഹദീസ് സ്വഹീഹാണെന്ന് പറഞ്ഞോലും ഉണ്ട് എന്നർത്ഥം. ഏതായാലും ഈ പറയുന്ന ഹദീസ് വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മുടെ നോമ്പിലുണ്ടാകുന്ന അപാകതകളൊക്കെ തീരുമാനം ആകും. അതിനാണ് ഫിത്ർ സക്കാത്ത് എന്ന് പറയുമ്പം ആ ഹദീസ് ഒന്ന് വിശദീകരിച്ചു.
മഹാനായ ഇബ്നു റസ്ലാൻ റളിയല്ലാഹു അൻഹു ശർഹു സുന്നൻ അബൂ ദാവൂദ് അതിൽ പറയുന്നുണ്ട്, ഈ ഹദീസ് വെച്ചുകൊണ്ട് ചില പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഈ ചില പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട് നോമ്പ് നിർബന്ധമല്ലാത്തവർക്കൊന്നും ഫിത്ർ സക്കാത്തില്ല എന്നർത്ഥം വെക്കണം എന്ന് പറഞ്ഞാണ്ട് അതിന് മറുപടി കൊടുത്ത് പറയുന്നുണ്ട്, അതൊന്നും അല്ലാത്തവർക്കും കൊടുക്കണം, അല്ലാത്തവരും സംശുദ്ധീകരിക്കലുണ്ട്, അങ്ങനെയൊക്കെ അർത്ഥം വെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്നു റസ്ലാൻ റളിയല്ലാഹു അൻഹുവിന്റെ ശർഹ് അബൂ ദാവൂദിന്റെ 7-ാം വാള്യം ഇതിന്റെ 589-ാമത്തെ പേജിൽ പറയുന്നുണ്ടോ, ഇസ്തദല്ല ബിഹി സഈദ് ഇബ്നുൽ മുസയ്യിബ് വൽ ഹസനുൽ ബസരി, ഇവരൊക്കെ താബിഈ പണ്ഡിതന്മാരാ, ഇവരൊക്കെ തെളിവ് പിടിച്ച ഈ ഹദീസ്. കാരണം എന്താ, അലാ അന്നഹാ ലാ യജിബു ഇല്ലാ അലാ മൻ സ്വാമ, നോമ്പ് നിർബന്ധമില്ലാത്തവർക്ക് ഫിത്ർ സക്കാത്തില്ല എന്നാണ് ഈ ഹദീസ് കൊണ്ട് വീക്ഷിക്കുന്നത്. കാരണം എന്താ, നോമ്പിൽ അപാകത തീർക്കലല്ലേ, അതിന് നോമ്പ് നോൽക്കൽ നിർബന്ധമില്ലാത്തവർക്ക് എന്ത് നോമ്പ, ഒരു നോമ്പ് നോറ്റിട്ടില്ല, ഒരു നോൽക്കും വേണ്ട, അപ്പൊ അങ്ങനത്തെവർക്ക് എന്ത് അപാകത പരിഹരിക്കല, അപ്പൊ പിന്നെ അങ്ങനത്തെവർക്ക് ഫിത്ർ സക്കാത്ത് വേണ്ട എന്നല്ലേ വരിക എന്ന് തെളിവ് പിടിച്ചപ്പോൾ ഉജീബ, അതിന് മറുപടി കൊടുക്കപ്പെട്ടു, ബി അന്ന തത്ഹീറ ഖറജ അൽ ഗാലിബ്. ഉണ്ടോ, സാധാരണഗതിയിലും അധികരിച്ചു നമ്മൾ അങ്ങനെ പറയാ, കാരണം നോമ്പിലുണ്ടാകുന്ന അപാകത നോമ്പ് നോൽക്കൽ ഉണ്ടാവുള്ളൂ, അപ്പൊ അതുകൊണ്ട് ഇത് തീർന്നു കിട്ടുമെന്ന് സാധാരണഗതിയിലും അതുപോലെ തന്നെ അധികരിച്ചും അങ്ങനെ തന്നെയാണ് പറയുന്നതെങ്കിലും കമാ അന്നഹ തജിബു അലാ മൻ ലം യുദ്നിബ് വഅലാ മൻ അസ്ലമ ഖബൽ ഖുറൂബി, തെറ്റും കുറ്റമൊന്നും ഇല്ലാത്തോലെ മേലും ഇത് നിർബന്ധമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും ഒരു തെറ്റായൊരു കാര്യമായിട്ട് വരൂല. അപ്പൊ അതുകൊണ്ട് ഫിത്ർ സക്കാത്ത് ഇവർക്കോ കുട്ടികൾക്കും ഒക്കെ നിർബന്ധമാണ്. എത്രത്തോളം ഖുറൂബിന്റെ ഈ അസ്തമാനത്തിന് തൊട്ടു മുമ്പായിക്കൊണ്ട് എൻ്റെ മുസ്ലിമായവർക്കും വരെ നമുക്ക് കൊടുക്കണമെന്ന് പറയുന്നു. അപ്പൊ അതൊക്കെ ഇതൊന്നും തെറ്റായൊരു കാര്യത്തിലായിട്ട് ഒരിക്കലും വരികയില്ല എന്ന് പറയുമ്പം ഈ ആശയം ഒരുപാട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഈ ഹദീസ് ജാമിഉ സഗീറിൽ സുയൂത്തി ഇമാമി കൊണ്ടുവരുമ്പം സുയൂത്തി ഇമാമിന്റെ ജാമിഉ സഗീർ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇമാം മുനാവിറുള്ളാഹി ഫൈദുൽ ഖദീറിൽ പറയുന്നുണ്ട്, അങ്ങനെ പലയിടത്തും ഉണ്ട്. എന്നാൽ ഈ ഹദീസൊക്കെ വെച്ചുകൊണ്ട് ഇങ്ങനെ കുട്ടികൾക്ക് തെറ്റുകുറ്റങ്ങളില്ലെങ്കിലും അവരെയും സംശുദ്ധീകരിക്കലാണ്, അവരെയും ത്വത്ഹീറാക്കലാണ്, അവരെയും ശുദ്ധീകരിക്കലാണ് എന്നർത്ഥം വെച്ചാൽ അത് വിദൂരമായൊരർത്ഥമൊന്നുമല്ല. അപ്പൊ ആയതുകൊണ്ട് കുട്ടികൾക്ക് ഫിത്ർ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണെന്ന് പറയുമ്പം ഒന്ന് ത്വബഅൻ നിലക്ക് വരും, അതായത് പിതാവ് കൊടുക്കും, ആ പിതാവിന് നിർബന്ധമായ ഭക്ഷണം കൊടുക്കലൊക്കെ നിർബന്ധമായിരിക്കും, സ്വാഭാവികമായിട്ട് ഓട്ടോമാറ്റിക്കൽ വരുന്നുണ്ട്, അങ്ങനെയും വരുന്നുണ്ട്. അതിന്റെ പുറമെ നമ്മളെ ശുദ്ധീകരിക്കും പോലെ തന്നെ ഈ കുട്ടിയെയും ശുദ്ധീകരിക്കുന്നുണ്ട്. ഈ കുട്ടിയെ ശുദ്ധീകരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എന്താണ് ഇപ്പോൾ ഒരു അർത്ഥം തെറ്റായി വരുന്നത്? അങ്ങനെ തെറ്റായിട്ട് വെക്കൊന്നും വേണ്ട, അങ്ങനെയും വെക്കാതെ വിദൂരമൊന്നുമല്ല എന്ന് ഈ ഖാത്തിമുൽ മുഹഖഖീൻ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഇത്ഹാഫ് അഹ്ലുൽ ഇസ്ലാം എന്ന് പറയുന്ന കിതാബിൽ ഇത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഈ കിതാബിന്റെ 44-ാമത്തെ പേജിലായിട്ട് കണ്ടോ, വഉജൂബുഹ അനിസ്സഗീരി വനഹ്വിഹി, ഈ ഫിത്ർ സക്കാത്ത് കൊടുക്കുക എന്ന് പറയുമ്പോൾ കുട്ടിക്ക് കൊടുക്കണം, കുട്ടി അല്ലാത്തവർക്ക് കൊടുക്കുക എന്നൊക്കെ പറയുമ്പം ഇന്നമാ ഹുവ ബിത്വരീഖി തബഇ, ഒന്ന് ഈ തബഅൻ നിലക്ക്, അതായത് ഈ പിതാവ് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അയാൾ നിർബന്ധമായ ചെറുകൊടുക്കൽ നിർബന്ധം അയാൾക്ക് കൊടുക്കാൻ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ ഇയാൾ കൊടുക്കണമെന്ന് വരുന്നുണ്ട്. ശരി, എന്നാൽ അലാ അന്നഹു ലാ യുബ്ഉദു അന്ന ഫീഹി തത്ഹീറൻ ലഹു ഐദൻ, ഈ കുട്ടിയെയും ശുദ്ധീകരിക്കലുണ്ട് എന്ന് അർത്ഥം വെച്ചാൽ അത് വിദൂരമായൊരർത്ഥമൊന്നുമല്ല, തെറ്റൊന്നുമല്ല, അങ്ങനെ തന്നെ വെക്കാം. അപ്പൊ കുട്ടിയെയും ശുദ്ധീകരിക്കലുണ്ട്, ഇവനെ ശുദ്ധീകരിച്ച പോലെ തന്നെ കുട്ടിക്കും ശുദ്ധീകരണം വരുന്നുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമായിട്ട് പറയുന്നത്. എന്നാൽ ഇതേ ആശയം തന്നെയാണ് മഹാനായ ഇബ്നു ഹജർ ഹൈതമി തങ്ങളുടെ തുഹ്ഫ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇമാം ശർവാനി റളിയല്ലാഹു അൻഹു ആശത്തു ശർവാനിൽ ഇത് പറയുന്നുണ്ട്. ആശത്തു ശർവാനിയുടെ 4-ാം വാള്യം ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ ഈ ഇത്ഹാഫിൽ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതേ ഇബാറത്ത് ഇതിന് 4-ാം വാള്യത്തിന് 183-ാമത്തെ പേജിൽ കൊടുക്കുന്നുണ്ട്. അലാ അന്നഹു ലാ യബൂദു അന്ന ഫീഹി തത്ഹീറൻ ലഹു ഐദൻ ഇത്ഹാഫുൽ ഇബ്നു ഹജർ ഉണ്ടോ, ഇബ്നു ഹജറിന്റെ ഇത്ഹാഫിലുണ്ട്, ഇപ്പൊ നമ്മൾ വായിച്ച കിതാബിലുണ്ട് തന്നെയാണ്. എന്ന് മാത്രമല്ല മഹാനായ ഇമാം റംലി റളിയല്ലാഹു അൻഹു നിഹായ വിശദീകരിച്ചുകൊണ്ട് ഇമാം ശബ്റാം മില്ലസി റഹിമഹുല്ല ആശത്തുൻ നിഹായിലും പറയുന്നുണ്ട്. അങ്ങനെ പലയിടത്തും ഉണ്ട് ഈ സംഗതി. അപ്പൊ ആകെ തുക പറയുകയാണെന്നുണ്ടെങ്കിൽ നോമ്പ് നോറ്റവർക്കല്ലേ നോമ്പിലുണ്ടാകുന്ന അപാകത ഉണ്ടാകുക, നോമ്പ് നോൽക്കാത്തവർക്ക് എന്താ അപാകത? അപ്പൊ ആയതുകൊണ്ട് തന്നെ ഈ കുട്ടികൾക്ക് നോമ്പ് നിർബന്ധമില്ല, ഒരു നോമ്പ് നോറ്റിട്ടില്ല, അപ്പൊ അവിടെ അതിന്റെ അപാകത തീർക്കലൊന്നുമില്ല, തത്ഹീറാക്കലും ശുദ്ധീകരണമില്ല, അതുകൊണ്ട് അവർക്ക് ഈ പറയുന്ന ഫിത്ർ സക്കാത്ത് നിർബന്ധമല്ല എന്നൊരിക്കലും പറയാൻ കഴിയൂല. ഫിത്ർ സക്കാത്ത് അവർക്കൊക്കെ നിർബന്ധം തന്നെയാണ്. അപ്പൊ ആയതുകൊണ്ട് തന്നെ അതിന്റെ അർത്ഥം വെക്കേണ്ടടുത്ത് ഇങ്ങനെ അർത്ഥം വെച്ചു കൊടുത്താൽ മതി. കുട്ടിയെയും ശുദ്ധീകരിക്കലുണ്ട്, ആ കുട്ടിക്കുന്നല്ലേ ശുദ്ധീകരണം. അപ്പൊ ആയതുകൊണ്ട് തന്നെ അങ്ങനെയാണ് വെക്കേണ്ടത്. അതുകൊണ്ട് ഇവർക്കൊക്കെ നിർബന്ധം തന്നെയാണ്, ശുദ്ധീകരണം അവർക്കൊക്കെ കിട്ടുന്നുണ്ട് എന്നർത്ഥം കേട്ടോ.